നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഗൾഫ് രാഷ്ട്രങ്ങളിൽ അതിവേഗം വളർച്ചയുടെ പാതയിലേക്ക് മുന്നേറുന്ന ഒരു രാഷ്ട്രം ഏതെന്ന് ചോദിച്ചാൽ സംശയമേതുമില്ലാതെ തന്നെ നമുക്ക് പറയാൻ സാധിക്കും UAE തന്നെയാണ്. സഞ്ചാരികളുടെ പ്രിയ നാട്. ലോകത്തെ അമ്പരചുംബികളുടെ നാട് ഏതെന്ന് ചോദിച്ചാൽ വേഗം മനസ്സിലെത്തുക UAE തന്നെ. ദുബായിലെ കൂറ്റൻ കെട്ടിടങ്ങൾ സംബന്ധിച്ച വാർത്തകൾ ഏറെ കേട്ടതും അറിഞ്ഞതും നാം ഇതിലൂടെയാണ്. എന്നാൽ UAEയുടെ ഈ റെക്കോർഡ് വൈകാതെ സൗദി അറേബ്യ മറികടക്കുമോ എന്ന സംശയവും ഇതിനോടകം തന്നെ ഉയർന്നു വരികയാണ്. കാരണം കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കാൻ സൗദി പദ്ധതി ഒരുക്കുന്നതായുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ചെങ്കടൽ തീരത്ത് സൗദി നിർമ്മിക്കുന്ന നിയോം എന്ന പദ്ധതിയുടെ ഭാഗമായി ലോകത്തെ ഏറ്റവും വലിയ ഇരട്ട ഗോപുരങ്ങൾ നിർമ്മിക്കാൻ പോകുകയാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. സൗദി അറേബ്യയുടെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ സ്വപ്ന പദ്ധതിയാണ് നിയോം. ഇത് സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നു കഴിഞ്ഞു. രാജ്യത്ത് ആൾതാമസം കുറഞ്ഞ പ്രദേശമാണ് കൂറ്റൻ കെട്ടിട നിർമ്മാണത്തിന് സൗദി തിരഞ്ഞെടുത്തിരിക്കുന്നത്. തടസ്സമില്ലാതെ പദ്ധതി പൂർത്തിയാക്കാൻ വേണ്ടിയാണിതെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, പദ്ധതി പൂർത്തിയായാൽ തന്നെ അധികം ആരും ശ്രദ്ധിക്കാതിരുന്ന പ്രദേശത്തിന്റെ രൂപം മാറുകയും ചെയ്യും. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഇവിടേക്ക് ഒഴുകിയെത്തും. എണ്ണ വരുമാനം കൂടുതൽ കാലം നിലനിൽക്കില്ലെന്ന അറബ് നേതാക്കൾക്ക് ബോധ്യമായിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇതര വരുമാന മാർഗങ്ങൾ സൗദി അറേബ്യ പോലും തേടി വരുന്നത്. ടൂറിസം മേഖലയാണ് സൗദി കേന്ദ്രീകരിക്കുന്ന ഒന്ന് എന്നത് ഇതിന്റെ ഭാഗം കൂടിയാണ് നിയോം സിറ്റി എന്ന പദ്ധതി. ഈ പദ്ധതികളുടെ ഒരുക്കം മന്ദഗതിയിലായതിനാൽ തന്നെ നിർമ്മാണം പൂർത്തിയാക്കാൻ വർഷങ്ങളെടുക്കുമെന്നാണ് കരുതുന്നത്. സൗദിയുടെ മുഖച്ഛായ മാറ്റണമെന്ന ആഗ്രഹമുള്ള നേതാവാണ് കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ. അദ്ദേഹം കിരീടാവകാശി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് നിയോം പദ്ധതി സംബന്ധിച്ച ഒരുക്കങ്ങൾ ആരംഭിച്ചത്. ഷോപ്പുകളും അപ്പാർട്ട്മെന്റുകളും എല്ലാം ഉൾക്കൊള്ളുന്ന ജിദ്ദയോട് ചേർന്ന ഈ പദ്ധതി പ്രദേശം പൂർണ്ണമായും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാകും പ്രവർത്തിക്കുക. $5000 കോടി ചിലവാണ് നിയോം പദ്ധതിക്ക് സൗദി അറേബ്യ പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് കൂറ്റൻ കെട്ടിടങ്ങൾ നിർമ്മിക്കുക. ഉയരം കൂടുതൽ എന്നത് മാത്രമല്ല നിയോമിലെ നിർദ്ദിഷ്ട കെട്ടിടങ്ങളുടെ പ്രത്യേകത പരപ്പിലും വളരെ വലുതായിരിക്കും. ചെങ്കടൽ തീരം മുതൽ മരുഭൂമിയിലേക്ക് നീണ്ടുകിടക്കുന്നതാകും ഈ കെട്ടിടങ്ങൾ. ഭൂമിക്കടിയിലൂടെയുള്ള ഹൈസ്പീഡ് റെയിൽ പദ്ധതിയായിരുന്നു നേരത്തെ നിയോമിൽ തീരുമാനിച്ചിരുന്നത്. വാഹനങ്ങളുടെ ശല്യം ഒഴിവാക്കി പൂർണ്ണമായും ഹരിതാപമാകും നിയോം എന്നായിരുന്നു പ്രഖ്യാപനം. എന്നാൽ പ്രഖ്യാപനത്തിൽ നിന്ന് അധികൃതർ മാറി ചിന്തിച്ചിരിക്കുന്നു എന്നാണ് പുതിയ വാർത്ത. ഭൂമിക്കടിയിലെ പദ്ധതിക്ക് പകരം അടുത്തടുത്തായി കൂറ്റൻ കെട്ടിടങ്ങൾ എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചകൾ. നിർദ്ദിഷ്ട കൂറ്റൻ കെട്ടിടങ്ങളിൽ താമസ സൗകര്യവും ഓഫീസുകളും മാത്രമാകില്ല, ഫാക്ടറികളും മാളുകളും എല്ലാം ഉൾപ്പെടുമെന്ന് ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഒറ്റപ്പെട്ട സ്ഥലത്ത് അത്യാധുനിക നഗരം സ്ഥാപിക്കാനായിരുന്നു ബിൻ സൽമാന്റെ ആദ്യ പദ്ധതി. ഇതിലേക്ക് വിദേശ നിക്ഷേപം ആകർഷിക്കുമെന്നും അദ്ദേഹം പ്രതീക്ഷിച്ചു. വാഹനങ്ങളില്ലാത്ത നഗരം എന്നതായിരുന്നു സങ്കല്പം. നിയോം പൂർത്തിയായാൽ തന്നെ വിപ്ലവകരമായ മാറ്റമാണ് ഉണ്ടാവുക എന്ന് പദ്ധതിയുടെ CEO നത്മി അൽ നാസർ പറഞ്ഞു. എന്നാൽ പദ്ധതിയുടെ രൂപരേഖ അദ്ദേഹം വിശദീകരിച്ചില്ല. കെട്ടിടങ്ങളുടെ ഉയരം ഇപ്പോൾ കൃത്യമായി പറയാൻ സാധിക്കില്ലെന്ന് നാസർ കൂട്ടിച്ചേർത്തു. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ദുബായിലാണ്. അതിനേക്കാൾ വലുത് ജിദ്ദയിൽ നിർമ്മിക്കുമെന്ന് സൗദി കോടീശ്വരൻ അൽ വലീദ് ബിൻ തലാൽ മുമ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീടാണ് അദ്ദേഹം സാമ്പത്തികമായി തളർന്നത്. എന്നിരുന്നാൽ തന്നെയും ഈ ലക്ഷ്യം ബിൻ സൽമാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന സൂചനകളും പുറത്തു വന്നിരിക്കുകയാണ്. എന്തായാലും സൗദിയുടെ മുന്നേറ്റം ഇനി കാത്തിരുന്ന് തന്നെ കാണണം. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.